ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ കോടി ജന്മങ്ങളായി നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ നൃത്തമാടി വരും മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഇന്നു ചുണ്ടിൽ യതുകുലകമോ ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീരാ മീരാ നാഥന്റെ ആരാധികയാ മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ അങ്കുലിലാളനത്തിൽ അധര ശ്വസനങ്ങളിൽ അങ്കുലിലാളനത്തിൽ അധര ശ്വസനങ്ങളിൽ തൻകര പൊൻകുഴൽ കൊതിക്കുമ്പോൾ പാടാൻ കൊതിക്കുമ്പോൾ എൻ്റെ പ്രേമം രതിസുഖസരേ പാടി പൂജിക്കുവാൻ വന്നു ശ്രീപദം പൂജിക്കുവാൻ വന്നു മീരാ മീരാ നാഥന്റെ ആരാധികയാ മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ കോടി ജന്മങ്ങളായി നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ നൃത്തമാടി വരും മീരാ ദ്വാരകേ ദ്വാരകേ നൈസ് മോളെ. അർച്ചന, ഹലോ. എന്ത് തോന്നി? കുഴപ്പമില്ല. കുഴപ്പമില്ല, ചോദിക്കാം നമുക്ക്. എം ജി സർ. അർച്ചന സർ, സെലക്ഷൻ 100-ൽ 100. കാരണം വേറൊന്നുമല്ല, ബ്യൂട്ടിഫുൾ സോങ്. അർജുന മാഷിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. മോളിപ്പോ പാടിയത് ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഒരുപാട് അന്തർലീനമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ദ്വാരകേ എന്ന് തുടങ്ങുന്നത് തന്നെ അത് ശ്രുതിന്നടോ. ദ്വാരകേ ദ്വാരകേ ദ്വാപര ദ്വാപരയു എല്ലാം ക്ലിയർ ആയിരിക്കണം. പാടി. ദ്വാര അല്ല, ദ്വാര ദ്വാര ദ്വാരകേ
ശ്രുതി. ദ്വാരകേ ദ്വാരകേ. ദ്വാരകേ അത്രയും ഫീലില്ല, ആ താളത്തിനകത്ത് വരുന്ന അത്ര. ദ്വാരകേ അത്രേ ഉള്ളു കേട്ടോ. സ്ട്രെയിറ്റ് ആണ്. ദ്വാപരയുഗത്തിലെ പഠിക്കേ. ദ്വാപരയുഗത്തിലെ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുര. സോപാനഗോപുരമേ. പിന്നെ ഈ നൃത്തമാടി വരുന്നു മീര. ആ സംഗതി നൃത്തമാടി വരും. അവിടെ എല്ലാം ഓരോ പഞ്ചുണ്ട്. നൃത്തമാടി വരും മീരാ മീരാ മീരാ. അല്ല മോളെ, അത് ദാരാരി കൃത്യമായിട്ട് വരണം. പിന്നെ ആ അഷ്ടമിരോഹിണി ആ സംഗതി ഒന്നും പഠിക്കാൻ. അഷ്ടമിരോഹിണി രോഹിണി രോഹിണി. അവിടെ കട്ട് വരുന്നുണ്ട്, അത് വരാതെ നോക്കണേ. അത് കഴിഞ്ഞ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ അണ്ണാച്ചി? പിന്നെ അതാണ് അതിന്റെ ജീവൻ. യദുകുല. ഇന്നും ചുണ്ടിൽ ഇന്ന് ചുണ്ടിൽ ഇന്നു ചുണ്ടിൽ ചുണ്ടിൽ യദുകുല കാമ്പോജിയുമായി. ഇന്നു ചുണ്ടിൽ ചുണ്ടിൽ യദുകുല കാമ്പോജി. അത് പഠിക്കണം കേട്ടോ. അങ്ങനെ ആരാധികയാ മീര ആ ടോപ്പ് പോർഷൻ. അവിടെ പിന്നെ ചരണത്തില് അകാരം വരുന്ന എല്ലാം കൈവിട്ടുപോയി. രതിസുഖസാരെ പാടി പിന്നെ ആരാധിക്കാം. അങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മോള് നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഇന്ന് കുറച്ച് കൈവിട്ടുപോയി. ഈ പാട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആ രാഗത്തിൻ്റെ ഗൗരവം, പിന്നെ എന്താണ് സുശീലാമ്മ പാടി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പാടാമായിരുന്നു. ബട്ട് കുറേ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ടോട്ടലായിട്ട് ഓക്കെ. ഗോഡ് ബ്ലെസ് യു. ശരത് സർ. അർച്ചനെ, സർ. ആവശ്യത്തിലധികം ഗ്രൂമിങ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ എന്താണ് ഇത്രയും മിസ്റ്റേക്കുകൾ വരുന്നത്? വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും മിസ്റ്റേക്സുകൾ വരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. സർ, എൻ്റെ കുഴപ്പം തന്നെയാണ് അത്. ഞാനൊരു പ്ലാൻ പാടാൻ പോകുന്നതിന് മുന്നേ തന്നെ അതെനിക്ക് പാടാൻ പറ്റില്ല എന്നിങ്ങനൊരു തോന്നുന്നു. ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല, അങ്ങനെയുള്ള തോട്ട് പാടില്ല കേട്ടോ. അർച്ചന, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. ബാക്കിയുള്ള എന്ത് വന്നാലും വന്നോട്ടെ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തുകൊണ്ടാണ്? വീട്ടിലെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് പറയൂ. അതിനൊരു ഉത്തരം വേണം അർച്ചന, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നൊരു കാര്യമില്ല. സർ, ഞാൻ പറഞ്ഞോ. ശരി. ലീവ് ഇറ്റ്. യെസ്. കഴിഞ്ഞോ അർച്ചന? ഓക്കെ, പാട്ടിനെ പറ്റി പറയാമോ? ശരി. അപ്പം അർച്ചനെ, എനിക്കിപ്പോൾ എം ജി അണ്ണൻ പാടിച്ചല്ല, ഞാൻ അർച്ചന നന്നായിട്ട് പാടുന്നത് കേട്ടൊരാളാണ്. ഇപ്പം ഇവിടെ വന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിയ ഭീകര പ്രശ്നമൊന്നും അല്ല കേട്ടോ. എന്നാലും അത് ഭീകരമാണ്. നല്ല കഴിവുള്ള ഒരു പെണ്ണാണ്. ശരത് സർ, എന്തോ ഞങ്ങൾ ഇനി അത് ശരിയാക്കിയിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പം അത്രേ ഉള്ളൂ അർച്ചന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ക്ഷീണിച്ച് ഞാൻ. അർച്ചന, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അർച്ചന ഒരു ഉഗ്രൻ സിംഗറാണ്. അർച്ചന ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ്. എന്ത് ടൈപ്പ് പാട്ടും അർച്ചന അനായാസം പാടുന്നതാണ്. അപ്പം ആദ്യം തന്നെ വിചാരിക്കേണ്ടത് ഐ ആം ദ ബെസ്റ്റ്, അല്ലാണ്ട് ഐ വിൽ ട്രൈ എന്നുള്ളത് പോട്ടെ. അതൊക്കെ ഇനി നമുക്ക് അതിനുള്ള ടൈമില്ല. ഐ വിൽ ഡു ഇറ്റ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ പെർഫോം. ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഇത് എതിർ ടീമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.
അർച്ചന ഇങ്ങനെ പാടിയതിൽ. കാരണം യു ആർ എൻ അമേസിങ് സിംഗർ. അത് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ തലേന്ന് എടുത്ത് കളയാം. സർ ഓക്കെ, ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അർച്ചന നല്ല സോങ് സെലക്ഷനാണ്. ഇതിൽ സുശീലമ്മ പാടിയ ചില ഭാഗങ്ങൾ, ചില പോർഷൻസ് ഉണ്ട്, അത് നമുക്ക് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ അർച്ചനയോട് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇതിന് മുന്നേ ഉള്ള പെർഫോമൻസിനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അർച്ചന മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ പാട്ട് എനിക്ക് മോള് പാടിയത് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ. അർച്ചന നന്നായി പാടി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാം, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അത് എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ളത് ബാക്കി നമുക്കിരുന്ന് ചർച്ച ചെയ്ത് ശരിയാക്കിയെടുക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. സുന്ദരിയായിട്ടുണ്ടെന്ന് കാണാൻ. താങ്ക് യു. ധൈര്യമായിട്ടിരിക്കും. നമുക്കിനി അടുത്തത് അങ്ങോട്ട് പൊളിച്ചടുക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 8.6. താങ്ക് യു സർ. താങ്ക് യു സർ. ഷ്ടാനിക്ക. അർച്ചന താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.1. താങ്ക് യു. സാരില്ല, നമ്മൾ തിരിച്ചു പിടിക്കും. ജഡ്ജസ്, Yes. അങ്ങനെ 3 റൗണ്ട്സിൽ ആദ്യത്തെ എല്ലാവരുടെയും പെർഫോമൻസസ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ 2 ടീമിൽ നിന്ന് പെർഫോം ചെയ്തു, ഫോക്ക് ഡ്യുവറ്റ് റൗണ്ടിൽ 2 ടീമിൽ നിന്ന് പെർഫോം ചെയ്തു, മൈ മാസ്റ്റേഴ്സ് റൗണ്ടിലും 2 ടീമിൽ നിന്ന് പെർഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരാണ് ഇതുവരെയുള്ള ടോപ്പർ എന്ന് നമ്മൾ അറിയാൻ പോവാണ്. ഓക്കെ, Magic Beats. 78.4 and Magic Beats 79. Wow. ചെറിയ ഡിഫറൻസ്. അത് അഹങ്കരിക്കാൻ വരട്ടെ. ഇതൊക്കെ വളരെ ഡെസിമൽ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതെ, തലനാരിഴയ്ക്ക് അതെ, അത്രേ ഉള്ളൂ. ജയിച്ചു. പക്ഷെ എല്ലാവരും കൂടെ മിസ്റ്റർ ക്രാഗസിന് ഒരു കൈയടി കൊടുക്കും പ്ലീസ്.